കൊച്ചിയിൽ വെച്ച് യൂട്യൂബ് നേരിട്ട് നടത്തുന്ന ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എനക്കും ക്ഷണനം കിട്ടി. ഞാനും അങ്ങനെ പോയി. ലോക്കൽ ട്രെയിനിന് കാര്യനും പോയെ. റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കുമ്പോൾ 30 ഉറുപ്യ കൊടുത്ത് ഫ്രഷപ്പ് നടത്തുന്ന സംഭവമൊന്നും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലില്ല. ലോക്കലിൽ ചെന്ന് നോക്കുമ്പോൾ ബാത്റൂമിൻ്റെ അകത്ത് ക്യൂവാ. അപ്പോൾ നമ്മളവിടെ നിന്നാൽ നമ്മളെ പരിപാടി നടക്കൂല. എനിക്ക് ഡ്രസ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഫ്രഷപ്പ് ഇവിടെ ഉണ്ട് നോക്കി ഞാൻ പുറത്തിറങ്ങിയതേനു. ഞാൻ തേച്ച് കാത്തൊരു ചെരുപ്പും പിന്നെ ഒരു ലേശം നരച്ച പോലത്തെ ടീഷർട്ടും പാൻറ്റും അല്ലേ അതിനുള്ള ചെരുപ്പിൻ്റെ പോലെ കണ്ടങ്ങൾ. അപ്പോൾ എന്തായാലും ഫ്രഷപ്പ് ചെയ്തിട്ട് നമുക്ക് ഡ്രസ്സും എല്ലാം മാറ്റി ഒന്ന് സുമുഖനായിട്ട് വേണം പരിപാടിക്ക് പോകാൻ. ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണ്, അതും യൂട്യൂബ് ഒഫീഷ്യലായിട്ട് നടത്തുന്ന. ഞാൻ 200 ഉറുപ്യ കൊടുത്ത് 1 മണിക്കൂറിന് ഫ്രഷപ്പ് വാങ്ങി ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങി. അന്നപ്പോഴാണ് നമ്മളെ ഷാജി ഉമ്മയും നിങ്ങൾക്ക് അറിഞ്ഞോടെ ഇവരാ നല്ല അടിപൊളി കുക്കിംഗ് വീഡിയോ ചെയ്യുന്നതാണ്. ഏടി ആ സ്ഥലമൊന്ന് കറക്റ്റ് എനക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഇവരോടൊപ്പം ഓട്ടവും വിളിച്ച് നമ്മൾ ആ സ്പോട്ടിലേക്ക് പോയിട്ടോ. അവിടെ എത്തിയപ്പോൾ ഭയങ്കര വൈബുള്ള നല്ല അടിപൊളി ഒരു സ്ഥലത്ത് വെച്ചാണ് ക്രിയേറ്റീവ് കളക്റ്റീവ് എന്ന് പറഞ്ഞ ഈ ഒരു പരിപാടി നടക്കുന്നത്. സത്യം പറയാലോ, ഇവിടെ ഉള്ള ആകെ അറിയുന്ന ഇവർ മാത്രമേ എനിക്കുള്ളൂ. അതിനും വേറെ ആരും പേഴ്സണലി അറിയുന്ന ആരും ഇല്ല കേട്ടോ. നോർത്തിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ പലരും വന്ന പരിപാടിയാണ്. കാരണം യൂട്യൂബിൻ്റെ വേറെ ഒരു ടീം നടത്തുന്നതല്ല, യൂട്യൂബ് തന്നെ നടത്തുന്ന സുജിത്ത് ഭക്തന് മെയിൻ ഗസ്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ വേറെയും വലിയ വലിയ സെലിബ്രിറ്റീസൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു ചെറിയ യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ നമുക്കാരും അങ്ങനെ പരിചയമില്ല. ഇവിടെ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട്. നമ്മളെ ചാനലിൻ്റെ പേര് എഴുതാൻ പറഞ്ഞ് ഞാൻ അതൊക്കെ എഴുതി. മിന്നുമില്ലാത്ത സങ്കടം ഞാൻ ഭക്ഷണം കഴിച്ച് തീർക്കാമെന്ന് വിചാരിച്ച്. കേക്കും അങ്ങനെ വിവിധ തരത്തിലുള്ള ഫുഡ് ഉണ്ടായിരുന്നു. എല്ലാം നല്ലോണം എൻജോയ് ചെയ്ത് കഴിച്ച് ഏകദേശം ഒരു 10:30 മണിയായപ്പോൾ ഹാളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടോ. നമ്മൾ യൂട്യൂബിന് ഒരു ആപ്ലിക്കേഷന് നമ്മളെ ചാനൽ ലിങ്കും ഒക്കെ അയച്ചതിന് ശേഷം അവർ സെലക്ട് ചെയ്തിട്ട് ആണ് ആൾക്കാരെ വിളിക്കുക. അപ്പോൾ നമ്മളെ സെലക്ട് ചെയ്തതിന് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം 2 വർഷം 3 വർഷമായി നമ്മൾ ഈ യൂട്യൂബിൻ്റെ മേഖലയിൽ, പക്ഷേ ഇതുവരെ ഇങ്ങനെ ഒരു പരിപാടിക്ക് പങ്കെടുത്തിയില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. യൂട്യൂബിൻ്റെ കുറേ ടിപ്സ് കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങൾ ഒക്കെ ഇവർ കറക്റ്റ് പറഞ്ഞ് തന്നിട്ടുണ്ട്. ചിലതൊക്കെ മനസ്സിലാക്കി, ചിലതൊന്നും മനസ്സിലായില്ല. അന്നേരമാണ് ഈ മാസ്ക് വെച്ച 3 ടീംസ്. ഇവർ മലയാളി മങ്കീസ് എന്ന് പറഞ്ഞാൽ കിടിലം ബാൻഡാണ് കേട്ടോ. ഒരുപാട് പാട്ടൊക്കെ ചെയ്ത ആൾക്കാരാണ്. ആവേശത്തിലെ മാതാപിതാക്കളെ മാപ്പ് എന്നുള്ള പാട്ടെല്ലാം ഇവരാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവരുടെ ഒരു അടിപൊളി പെർഫോമൻസ് ഉണ്ടായിരുന്നു. അടിപൊളി പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്ത് കുറേ സമയം അവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് പൊളിച്ച് നിന്ന് മക്കളെ. ഇവരുടെ ഈ മുഖംമൂടി വലിച്ച് കഴിച്ചിട്ട് ഓടിക്കളഞ്ഞാലോ തോന്നും ചിലപ്പോൾ. ഒന്ന് മുഖമൊന്ന് കാണ്ടിയിട്ട് ഇവരൊരു സ്റ്റേജിൽ പോലെ മുഖം കാണിക്കൂല. ഫുൾ ടൈം പോലെ ഈ മാസ്ക് വെച്ചിട്ടാണ് ഉണ്ടാവുക. ഇവരുടെ ടീം അങ്ങനെയാണ് അറിയപ്പെടുന്നത്, മലയാളി മങ്കീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവർ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് അല്ലേ, ഫേസ് കാണിക്കാണ്ട് ഇത്രയും പോപ്പുലറായ ആൾക്കാർ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ നമ്മളെ പ്രധാന മേഖലയിലേക്ക് പോയി ഫുഡ് നല്ലോണം കഴിച്ച് പരിപാടി കഴിഞ്ഞ് ഇറങ്ങി. ഇത് നമുക്ക് കിട്ടിയതാട്ടോ, യൂട്യൂബ് തന്നതാണ്. ആ ഒരു ബാഗും ഞെക്കിയൊക്കെ തന്ന ലൈറ്റും.